ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ടൈമേ നമുക്ക് വേണ്ടൂ. നോമ്പ് തുറക്കാൻ നേരത്തൊക്കെ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എന്നാൽ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് എഗ്ഗ് റോള്, ഇതിലിങ്ങനെ ഒരു സ്റ്റിക്കൊക്കെ കുത്തി വെച്ചിട്ട് ആയി കഴിഞ്ഞാൽ എഗ്ഗ് ലോലിപോപ്പ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചിട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്രേറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് നിർത്തി ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ട നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ പുഴുങ്ങിയാണ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ പീസായിട്ടൊക്കെ വീഴുന്നത് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ എനിക്കത് ഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണുന്ന നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ടൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചത്, അങ്ങനെ കുറച്ച് പൊടികളൊക്കെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മാവൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഷൂട്ടിന് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് എരിവ് ഇട്ടിട്ടില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോളാക്കി എടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം വലുപ്പമുള്ള ബോളാണോ വേണ്ടത് അതിനനുസരിച്ച് ബോളാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ബോളാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഉന്നക്കായൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം, അതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ആക്കിയെടുക്കാം കേട്ടോ. ഞാനിതൊരു ബോൾ പരുവത്തിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മുട്ട നമ്മളൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു മുട്ടയുടെ കൂട്ടിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുടെ കൂട്ടിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നന്നായി തിളച്ച എണ്ണയിലേക്ക് നമ്മളിത് ഓരോന്നിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ആവുന്ന സമയത്ത് നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഒന്നായിട്ട് ചട്ടകം വെച്ചിട്ട് നമ്മൾ കുത്തി ഇളക്കാൻ പാടില്ല, പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല അടാറ് ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ടൊമാറ്റോ സോസും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നല്ല ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഒരു ടൂത്ത് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തിയെടുത്ത് അതിൽ ടൊമാറ്റോ കെച്ചപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു എഗ്ഗ് ലോലിപോപ്പ് എന്നും പറയാം, അതേപോലെ എഗ്ഗ് റോൾ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത